നമ്മൾ അതിനൊന്നും ബാധകവുമല്ല. പക്ഷെ അങ്ങനെ ആൾക്കാർ പറഞ്ഞു അങ്ങനെ ഫ്ലാഷ് ആവരുത്, നമ്മൾ ഇന്ന കാര്യം ചെയ്തു, അതാണ് ഇതാണ് നമ്മളെ വഴിക്കാണ് നമുക്കൊരു ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നത്. അത് നമ്മുടെ ബോധക്കുറവുകൊണ്ടാണ്. നമ്മുടെ ബോധക്കുറവാണ് കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ജന്മത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ബോധമാണ് അടുത്ത ജന്മത്തിൽ കൊണ്ടുപോകുന്നത്. ബോധ നിലവാരം ഏത് ചക്രത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ജന്മം നിങ്ങൾ സ്വാധിഷ്ഠാന ചക്രത്തിൽ വരെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ബോധം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത ജന്മം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ ജന്മം നിങ്ങൾ ഹൃദയചക്രം വരെ നിങ്ങളുടെ ബോധത്തെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം അങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യും. ബോധം എത്ര ഏത് ചക്രത്തിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചിട്ട് നെക്സ്റ്റ് 10 കണ്ടിന്യൂ ചെയ്യും. അതായത് ഒരു 4 പേർക്ക് കുടുംബത്തിൽ ഒറ്റ പ്രസവത്തിലുണ്ടായാൽ അങ്ങനൊക്കെ വാർത്ത കണ്ടില്ലേ പത്രത്തിൽ, ഒറ്റ പ്രസവത്തിൽ 3 പേര് 4 പേര് 3-4 ബോധ നിലവാരം വരെയത്. ആ ബോധ നിലവാരം കൊണ്ടാണ് അവർ വരുന്നത്. 3 കുട്ടികൾക്ക് 3 ബോധ നിലവാരമായിരിക്കും. അവനൊരു ബോധമില്ല, പക്ഷെ ഇവൻ കുറച്ചുകൂടെ മനസ്സിലാക്കി ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതനുസരിച്ചിട്ട് ബോധ കൂടുതലിനും കുറവ് അനുസരിച്ചിട്ടാണ് ബാധ വരുന്നത്. ബോധം വളരെ കുറഞ്ഞവരെ കൂടുതൽ ബാധകൾ അറ്റാക്ക് ചെയ്യും, പ്രോസസ് ചെയ്യും, ബുദ്ധിമുട്ടിക്കും ജീവിതം. ബോധം വളരെ കൂടിയവരെ വളരെ കുറച്ച് ബാധകളെ പിടിക്കത്തുള്ളൂ. അതനുസരിച്ചിട്ട് അവരുടെ ജീവിതം ബെറ്റർ ആയിരിക്കും. മനസ്സിലാവും? അപ്പം എടുക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഈ ബാധകൾ ഇടപെടും. ബോധം കുറഞ്ഞവന്റെ ജീവിതത്തിൽ അവന് തീരുമാനം എടുക്കുന്നതൊക്കെ തെറ്റായിരിക്കും, പിന്നത്തേക്കുള്ള പണിയായിരിക്കും. കണ്ടില്ലേ അങ്ങനെ? എപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ മാത്രം എടുക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കും എനിക്കും ഉണ്ടാവും, ഒരാളെങ്കിലും. പാവപ്പെട്ടവർ എപ്പോഴും എടുക്കുന്നതെല്ലാം തെറ്റാണ് ഡിസിഷൻ, ഇല്ലേ? നന്നായിട്ട് എടുക്കും. ആ തീരുമാനം എടുക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? ഈ ബാധയും ബോധവും തമ്മിലുള്ള വടംവലിയാണ്. ബോധം കൂടി നിൽക്കുന്നവന് ബാധ കുറവായിരിക്കും, ബാധ കൂടി നിൽക്കുന്നവന് ബോധം കുറവായിരിക്കും. അപ്പൊ ഉയർന്ന ചക്രങ്ങളിൽ നിൽക്കുന്നവന് ബാധ കുറവാണ്. ബാധ കുറവ് മാത്രമല്ല, നല്ല ദേവതകൾ അവനെ സപ്പോർട്ട് ചെയ്യും. ഉയർന്ന ചക്രം ഹാർട്ടിന് മേപ്പോട്ടുള്ള വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം പോലുള്ള സ്ഥലങ്ങളിൽ ബോധത്തെ കൊണ്ടു നിൽക്കുന്ന ആളുടെ ബോഡി ലാംഗ്വേജ് മാത്രം ഉയർന്ന ലെവലിലായിരിക്കും. എന്താ വന്നേ എന്ന് ചോദിക്കും. അവന്റെ ഞാൻ എന്നുള്ള തോന്നൽ ഉയർന്ന ചക്രങ്ങളില്ല. താന്നിരിക്കുന്നവന് എന്താ വന്നു? അപ്പം ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു കൊടുത്താലേ അയാൾക്കത് മനസ്സിലാവത്തില്ല. കാരണം അയാൾ നിൽക്കുന്ന ബോധമില്ല അത്രേ. അപ്പോ ബോധ നിലവാരത്തിന്റെ വ്യത്യാസം, ബോധ നിലവാരം കൂട്ടാൻ ഉപാസന ചെയ്യുന്നു. ഉപാസന ചെയ്ത് ബോധം നല്ല ക്ലാരിറ്റി ആയി എന്ന് പറയും. ഇപ്പൊ നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട് കാര്യങ്ങൾക്ക്. ആ ക്ലാരിറ്റി ബോധം കൂടുന്നുണ്ട് കിട്ടുന്നത്, ബാധ കുറയുന്നുണ്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ്? ഈ ഉയർന്ന ബോധ നിലവാരം, ഇപ്പൊ സാധന ചെയ്തുണ്ടാക്കുന്ന ബോധ നിലവാരം അടുത്ത ജന്മം സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലേ? ശരിയല്ലേ? നമ്മൾ അതിനു വേണ്ടിയിട്ട് ധ്യാനത്തിലൂടെ ചക്ര ആക്ടിവേഷൻ ബോധനിലവാരം ഈ നമ്മൾ ഉപാസന ചെയ്യാൻ മെഡിറ്റേഷനിലൂടെ അത് ഇതാക്കാൻ പറ്റില്ല. സംഗതി അവിടെ ആദ്യം പറഞ്ഞു. ഈ ചക്ര ആക്ടിവേഷൻ ആണ് മാനസിക രോഗികളെ ചികിത്സിക്കുന്നത്. ഐ എം എ സൈക്കോളജിസ്റ്റ്. എത്ര ആൾക്കാർ ഇവിടെ മരുന്ന് ഈ ചക്ര വലിച്ചു കയറ്റി ചാർജാക്കി പട്ടായിട്ട് ഇത് നേരെ ആക്കാൻ പറ്റാതെ വരുന്നവരാണ് ഒരുപാട് പേര്. ഇത് കണ്ട് സഹകരിച്ചിട്ടാണ് ഞാനീ പറഞ്ഞത്. എനിക്കൊന്നും ശരിക്കും ഈ ചക്ര ആക്ടിവേഷൻ ഒക്കെ തന്നെ നടക്കുന്നേ, കുണ്ടലി റൈസിങ്ങും ചക്ര ആക്ടിവേഷൻ ഒക്കെ തന്നെ നടക്കുന്നേ. പക്ഷെ അവർ ഇത് പറയുന്ന കൊണ്ട് ഒരിക്കലും നമ്മുടെ സങ്കല്പത്തിൽ കൂടെ അവിടെ ചക്രം തിരിയുന്ന അത് ആക്റ്റീവ് ആകുന്ന സങ്കല്പിച്ചിട്ടല്ലത്. ഇത് ഈ കറക്റ്റായിട്ട് സ്വാഭാവികമായിട്ട് നടക്കണം. ബോധ നിലവാരം കൂടി ജപം ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് വരുമ്പോൾ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മെഡിറ്റേഷൻ, ഈ ചക്രത്തിരുന്ന മെഡിറ്റേഷൻ അല്ല. സെൻസറി എക്സ്പീരിയൻസ് ആക്റ്റീവ് ആക്കുന്ന കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ? പഞ്ചഭൂതങ്ങളെ ആക്റ്റീവ് ആക്കി, പഞ്ചേന്ദ്രങ്ങളെ ആക്റ്റീവ് ആകുന്നതനുസരിച്ചിട്ട് നമ്മുടെ മൂലാധാര ചക്ര ആക്റ്റീവ് ആകും, സ്വാധിഷ്ഠാന ചക്ര ആക്റ്റീവ് ആകും. പിടികിട്ടുന്നുണ്ടോ? ഇങ്ങനെ സ്വാഭാവികമായിട്ട് വരേണ്ട നേരെ ചക്രത്തിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് മാനസിക രോഗമല്ലേ?
ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഞാൻ കണ്ണടച്ചിരിക്കും. അവരെ പല കാര്യങ്ങളും നടക്കണം. അച്ഛൻ ഒറ്റയിട്ട് 2 മണിക്കൂറൊക്കെ പ്രശ്നമാണ്. അപ്പൊ മോൻ ചോദിച്ചേ, അമ്മയാ അച്ഛനോട് വിളിക്കാൻ വെറുതെ ഒരു ശല്യം അതിരിക്കാൻ പറയുന്നോട്ടെ. ശല്യമൊന്നും ഇല്ല, അതിനെ വിളിച്ച് വളർത്തിയാലും ഉണ്ട്. ന്യൂസ് വെക്കും, ടിവിയിൽ ന്യൂസ് വെച്ചിട്ടിരിക്കും. അപ്പൊ അവിടെ വേറെ സിനിമ അച്ഛൻ വിചാരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഇവരൊക്കെ നോക്കിയിട്ട് പല ഹിമാലയത്തിലൊക്കെ പോയിട്ട് തടി നിർത്തി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പൊയ്ക്കളയാൻ. ഇതാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട്. ഇവിടെ കളിച്ചാലേ സമ്മാനം കിട്ടത്തുള്ളൂ. ദൈവം ഇവിടെ കളിക്കണം, നമ്മൾ ഇവിടെ കളിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അതിനാണ് ഇവിടെ കൊണ്ടിട്ടത്. അപ്പൊ ഈ നമ്മുടെ പ്ലേ ഗ്രൗണ്ട് നമ്മൾ കളിക്കണ്ടേ? അല്ലാണ്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പോയാൽ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ നമ്മൾ ആൻസർ ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾ ഇവിടെ കളിച്ച് കയറി വരണന്നേ, ഇത് പറ്റുമെന്നേ. പറ്റത്തില്ല, വല്ലയിടത്ത് പോയാൽ പോലെ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചക്ര ആക്ടിവേഷൻസ് അത് ഡയറക്റ്റ്ലി അല്ല ചെയ്യുന്നത് ഒരിക്കലും. ഇത് ആദ്യം മനസ്സിലാക്കണം. ഒരു എനർജിയെ നമ്മളെ കൊണ്ടിട്ട് അനാഗത ചക്രം തുറപ്പിക്കുന്നു, പിന്നെ ഒരു എനർജിയെ വിട്ട് വിശുദ്ധ ചക്രം തുറപ്പിക്കുന്നു. അങ്ങനെയല്ല. അതങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് രോഗികളുണ്ടാവുന്നത്, മാനസിക രോഗികളുണ്ടാവുന്നത്. ഇത് നമ്മൾ എന്താ പറയുന്നത്, കുണ്ടലിനി പാത്ത് കറക്റ്റ് ചെയ്യുകയാണ്. ബാധയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എനർജികളെ നമ്മൾ ദേവിയിലേക്ക് കിട്ടണം. ഉപാസന ചെയ്ത് ദേവിച്ച് ദേവിക്ക് കിട്ടണം. കൂട്ടത്തിൽ എനർജി കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഇന്ദ്രിയങ്ങളെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കണം. ഗ്രൗണ്ടിങ് ഇല്ല എന്നുള്ള പലരുടെ പ്രശ്നം. ജപിക്കുമ്പോൾ താഴെ ഹെവിനെസ് വരും, ഉറക്കം കിട്ടുന്നില്ല, ഇങ്ങനൊക്കെ പറയും. ഗ്രൗണ്ടിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ഗ്രൗണ്ടിങ് കൊടുക്കണം. അതിനാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്. ജപത്തിനേക്കാൾ കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറയും. ഏത്? ഇന്ദ്രിയങ്ങളെ ആക്റ്റീവ് ആക്കുന്ന മെഡിറ്റേഷൻ, പഞ്ചഭൂതങ്ങളെ ആക്റ്റീവ് ആക്കുന്ന മെഡിറ്റേഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് സ്വാധിഷ്ഠാനം മൂലാധാരം കറക്റ്റ് ആവും, സ്ട്രെങ്തൻ ചെയ്യപ്പെടും അവിടെ. ഇവിടെ നമ്മൾ വല്ല ചക്രത്തെക്കുറിച്ച് ചിന്തിച്ചോ? നമ്മൾ ചക്രത്തെക്കുറിച്ച് ഡയറക്റ്റ്ലി ചിന്തിക്കണമെന്ന് ഈശ്വരൻ ആഗ്രഹിക്കുന്നില്ല. ഇത് സത്യമാണ്. അങ്ങനെ ദൈവം ഒന്നും ഉണ്ടാക്കത്തില്ല. ഈ ചക്രത്തെക്കുറിച്ചൊക്കെ ആരാ നമ്മളോട് പറഞ്ഞത്? അത് ആദ്യം അനുഭവിച്ച ആളുകൾ. ഈ ആദ്യം അനുഭവിച്ച ആളിനോട് ആരാ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞു? ആ ഉണ്ടല്ലോ. ഈ ആദ്യം അനുഭവിച്ച ആളിനോട് ആരാ പറഞ്ഞത്? പുള്ളിക്ക് ഉണ്ടായ എക്സ്പീരിയൻസുകളെ പുള്ളി രേഖപ്പെടുത്തി വെച്ചു. അപ്പൊ പുള്ളി എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥനയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി. ഓക്കെ, ആഹാ, എന്നാ പിന്നെ കാര്യം ഞാൻ ഡയറക്റ്റ് ചക്രത്തെയൊക്കെ പിടിക്കാം. അവൻ ചെയ്ത പ്രാർത്ഥനയൊന്നും ഞാൻ ചെയ്യണ്ട, അവൻ നേരെ ചക്രത്തിൽ. അവിടെയാണ് ഈ പ്രശ്നം പറ്റുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ ഗ്രാജുവലി ഈ ഷഡ്ചക്ര ഭേദനം സംഭവിക്കുന്നത് ശരിക്കും അത് ചെയ്യുന്നത് കുണ്ടലിനിയാണ്, നമ്മളല്ല. നമുക്കിത് ഈ പാത്തെല്ലാം ഓപ്പൺ ആക്കി അതിൻ്റെ ഹുക്കൊക്കെ വിടിച്ച് അതിൻ്റെ ഇതെല്ലാം വിടിച്ചിട്ട് അതിനെ ഫ്രീ ആക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. ഈ സംഭവം തന്നെ വന്നിട്ടാണ് കറങ്ങി ഓരോ ചക്രങ്ങൾ ഇടിച്ച് പൊട്ടിച്ച് അടുത്ത ചക്രത്തിൽ വന്ന് കറങ്ങി ഇടിച്ച് പൊട്ടിച്ച് അതിന് നമുക്ക് വെറും സാക്ഷിയായിട്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അത് ശാസ്ത്രത്തിൽ വരുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അധികം പോകാൻ ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ട് പറയുന്നത് ഇത് നമുക്ക് പ്രത്യേകം നമുക്കറിയാൻ പറ്റും. അത്ര പവർഫുള്ളായിട്ടാണ് വരുന്നത്. സെക്ഷൽ ഓർഗൻ റൈസ് ചെയ്യുന്ന എനർജി തന്നെ സെക്ഷൽ ഓർഗൻ ഡൗൺ ആക്കിയിട്ട് ആ എനർജിയും അപ്പോൾ ആ ഓർഗൻ റൈസ് ചെയ്യാനുള്ള എനർജിയും കൂടെ വേണ്ട അവിടെ അതിലോട്ട് വരുമ്പോൾ ഡയറക്റ്റ് അതിലും പവർഫുൾ ആയിട്ടാണ് വന്നിട്ടാണ് ഇത് ഓരോന്നും ഭേദനം സംഭവിക്കുന്നത്. അല്ലാതെ ഇതൊരു തോന്നലോ അങ്ങനെയല്ല. നമ്മൾ ചിന്തിച്ച് ഓരോന്നും തുറപ്പിക്കുമെന്നല്ല. അത് ശരിക്കും ചക്രം തുറക്കണമെങ്കിൽ ആ സുഷുമ്നെ കൂടെ അടിയിൽ കൂടെ എനർജി വന്നാലേ തുറക്കത്തു. സൈഡിൽ നിന്ന് ഹോളിട്ട് കുത്തി തുറക്കാൻ പറ്റത്തില്ല. എനർജിയെ പ്രാണനെ സങ്കല്പിച്ച് സൈഡിൽ കൂടെ കൊണ്ടുവന്ന് കുത്തി ഇത് തുറക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഇപ്പുറത്തൂടെ കയറ്റി തുറക്കുന്നു. ഇത് നടക്കത്തില്ല. അത് സുഷുമ്നെ കൂടെ തന്നെ ആ കുണ്ടലിനി ഉണർന്നു വന്നെങ്കിൽ കറക്റ്റായിട്ടുള്ള ഷഡ്ചക്ര ഭേദനം നടക്കത്തുള്ളൂ. ബാക്കിയൊക്കെ മാജിക്കും ആളുകളുടെ പറ്റിക്കുന്ന പരിപാടിയാണ് ചക്ര ആക്ടിവേഷൻ പറഞ്ഞു ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായി തരണം. ഇനി അല്ലാതെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ അതിന് ചില സിദ്ധികളൊക്കെ തരാൻ പറ്റുമെന്നേ ഉള്ളൂ. മോക്ഷം തരാൻ പറ്റില്ല. മോക്ഷത്തിന് വേണ്ടിയുള്ള കാര്യമായി പറഞ്ഞു, സമാധി കിട്ടാൻ വേണ്ടിയുള്ള കാര്യമായി പറയുന്നു.
നിങ്ങൾക്ക് എന്തെങ്കിലും അത്ഭുത സിദ്ധികൾ കാണിക്കാനോ ആളുകളെ പറ്റിക്കാനോ അല്ലെ പൈസ ഉണ്ടാക്കാനോ അല്ലെ അത്ഭുതപ്പെടുത്താനോ നിങ്ങൾക്ക് ഈ ഇടപിങ്ങളെ കൂടെ ഈ ചക്രത്തെ ആക്റ്റീവ് ചെയ്തുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ചില ദേവതകളെ കിട്ടിക്കഴിയുമ്പോൾ അവരെ കൊണ്ട് ഇടപിങ്ങളെ തൊട്ട് ദേവതകളുടെ തൊട്ടാണ് നല്ലതും ചീത്തയുണ്ട്. അപ്പം നല്ല ദേവതകളെ നമുക്ക് സിദ്ധി കാണിക്കാൻ പറ്റുന്ന ദേവതകൾ കിട്ടിയാൽ കാണിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ കിട്ടുന്ന എന്താണ് ശ്രീചക്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഭൂപടത്തിൽ തന്നെ സിദ്ധികൾ വെച്ചിരിക്കുന്നത്. അതിന് അത്രയും വാല്യൂ ഉള്ളു, ഏറ്റവും താഴെ വെച്ചേക്കുക. എന്താ കാര്യം അറിയാമോ? നിങ്ങളുടെ മരണത്തോടു കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സിദ്ധികളാണ് നമ്മൾ ഈ ഉപാസന ചെയ്ത് നേടുന്നത്. അഷ്ടൈശ്വര സിദ്ധികളെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. ഒരു പ്രേതത്തിന് ഇതെല്ലാം ഉണ്ടല്ലോ. ഒരു പ്രേതത്തിന് ഈ സിദ്ധികളെല്ലാം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. പറക്കാനുള്ള സിദ്ധി ഇതെല്ലാം ഉണ്ട്. ശരീരമാണ് പരിമിതി. അതാണ് അതിനകത്തെ ഫൂളിഷ്നസ്. അതാണ് ഈ പതഞ്ജലി തള്ളി പോണെന്ന് പറയുന്നത്. ശ്രീചക്രത്തിലെ അഷ്ടൈശ്വര സിദ്ധി ഏറ്റവും താഴെ വെച്ചേക്കുന്നത് ഒക്കെ എന്തിനാണ്? അതിന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞത് എന്തിനാണ്? കാരണം നമ്മുടെ മരണത്തോടു കൂടി ഫ്രീ ആയിട്ട് കിട്ടും സിദ്ധികളല്ല. പക്ഷെ മരണത്തോടു കൂടി ശരീരം പോകും, സമാധിയാവാനുള്ള അവസരം നഷ്ടപ്പെടും, ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെടും. ഇന്ദ്രിയമുള്ളവനെ സമാധിയിലോട്ട് പോകാൻ പറ്റുമോ? കുണ്ടലിനി ഷഡ്ചക്രപ്രയോഗം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത ശരീരം കിട്ടുന്നവനെ നോക്കിയിരിക്കണം, കുഞ്ഞുങ്ങൾ ചെയ്യണം. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, തലവേദന, എല്ലാം കൊനഷ്ടാണ്. ഇപ്പൊ ശരീരം ഉള്ളപ്പോൾ ശരീരത്തെ ധ്യാനിച്ചോളൂ, ഇന്ദ്രിയങ്ങളെ ആക്റ്റീവ് ആക്കിക്കോളൂ, സ്വാധിഷ്ഠാന ചക്രത്തെ ആക്റ്റീവ് ആക്കി, മൂലാധാരത്തെ ആക്റ്റീവ്. എങ്ങനെ ഇന്ദ്രിയങ്ങളെ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്? ബൈ സൈഡായിട്ട് അതൊക്കെ ആക്റ്റീവ്. നമ്മൾ അതിന് വേണ്ടി നോക്കിയ മാനസിക രോഗം ഉണ്ടാവത്തുള്ളൂ, പ്രത്യേകിച്ച് ഡിസയർ ഉള്ള ആളുകൾ. ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ബർഡനാണ്, തലവേദനയാണ്. ഹാപ്പിയായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ ചക്രങ്ങൾ തുറക്കാൻ തുടങ്ങും തന്നെ. ക്രൂരതയാണ്. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. സന്തോഷമായിട്ട് ഇന്ദ്രിയങ്ങൾ ജീവിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുണ്ടലിനി റൺ ചെയ്യാൻ തുടങ്ങും. ധർമ്മം ചെയ്തുകൊണ്ട് ജപം ചെയ്ത് കുണ്ടലിനി റൈസ് ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഇന്ദ്രിയങ്ങളെ ആക്റ്റീവ് ആക്കുന്ന, ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കാനാണ് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അത് ചെയ്യുന്നുണ്ടോ നമ്മൾ? എപ്പോഴും നമ്മൾ വരാനിരിക്കുന്ന കാലം കഴിഞ്ഞ കാലം ആലോചിച്ചുകൊണ്ട് നടക്കുകയല്ലേ ചെയ്യുന്നത്, ചിന്തിക്കുന്നില്ലേ. ഇന്ദ്രിയങ്ങളെ അറിയുന്നില്ല, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റാണ് ചിന്തകൾ. അപ്പൊ നമ്മൾ കുറച്ചു നേരം ചുമ്മാ കണ്ണടച്ചിട്ട് ആദ്യം ഇരുന്നിട്ട് നമ്മളെ ടച്ച് അറിയുന്നു, ശബ്ദം കേൾക്കുന്നു, ശ്വാസം ശ്രദ്ധിക്കുന്നു, ഇത് മൂന്നും കൂടെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കണ്ണു തുറക്കുന്നു. അപ്പൊ എനിക്ക് കാഴ്ചയെല്ലാം കാണണം. ഒട്ടും മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നില്ലെങ്കിൽ ആ 5 ഇന്ദ്രിയങ്ങളിൽ അങ്ങനെ ഇരിക്കുന്നു. എന്താ ചെയ്യുന്നത്? ആസ്വദിച്ചോണ്ടിരിക്കുക. എൻ്റെ ഭൂമിയിലെ ജന്മത്തിന്റെ ഉദ്ദേശം ഞാൻ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കാരണം ടച്ചെല്ലാം അറിയുന്നു. ചുമ്മാ അറിയാനാണ് ജനിച്ചേക്കുന്നത്. ടച്ചെല്ലാം അറിയുന്നു, കേൾക്കുന്നു, കാണുന്നു. ഇത്രയും ആനന്ദം വേറെ എന്താണ്? കാരണം എൻ്റെ ജന്മോദ്ദേശം അവിടെ നടത്തും പൂർണ്ണമായിട്ട്. ഇത് ചെയ്യുമ്പോൾ ഇത് ചെയ്യണം, അല്ലാതെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ട്. മരിക്കാൻ നേരം അയ്യോ ഞാൻ ജീവിച്ചില്ല എന്നുകൊണ്ട് വല്ല കാര്യമുണ്ട്. അപ്പം ഇപ്പം നമ്മൾ അങ്ങനെ 5 ഇന്ദ്രിയങ്ങളെ ഉണർത്താൻ വേണ്ടി വേണമെങ്കിൽ ഒരു മണിയടിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അതാണ് പൂജയുടെ ഉദ്ദേശം. അപ്പം അങ്ങനെ 5 ഇന്ദ്രിയങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, അത് ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ചെയ്യാനുള്ള ധ്യാനം ഇപ്പം ഇവിടെ ഇരിക്കുകയല്ലേ. നമ്മുടെ ജീവിതത്തിന് ഉദ്ദേശം ഇതാണെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ മലമറിക്കുന്ന കാര്യങ്ങൾ മൈൻഡിലുണ്ടെങ്കിൽ അതൊക്കെ വെറും സങ്കല്പങ്ങളാണെന്നോ അതിലൊന്നും കാര്യമില്ലെന്ന്. ഈ ഭൂമിയിൽ അടുത്ത നിമിഷം ഞാൻ മരിച്ചു പോയാൽ ഈ നിമിഷം ഈ ലോകത്തെ പൂർണ്ണമായി അനുഭവിച്ച ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ നമുക്ക് പറയാൻ പറ്റും. കാരണം അത് പാഴാക്കിയില്ല. കഴിഞ്ഞ നിമിഷം ഞാൻ മരിക്കാൻ പോവാം, എനിക്കൊരു കുറ്റബോധമില്ല. കാര്യം എന്താ? ഞാൻ ജീവിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് മരിക്കാം. ജീവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പം മരിക്കാൻ പോകുന്നു. അയ്യോ അപ്പൊ ഈ ശരീരം ഇല്ലയോ, ഇന്ദ്രിയങ്ങളില്ലയോ, അപ്പൊ ഇല്ല, ഇപ്പൊ പോവാൻ പോവാ. അയ്യോ ഞാനൊന്നും ജീവിച്ചിട്ടില്ല, ഞാൻ ആസ്വദിച്ചിട്ടില്ല, എന്നെ ഇപ്പൊ കൊല്ലല്ലേ പറയത്തില്ലേ? എന്നാ മരിക്കാൻ മരണം ഉറപ്പായിരിക്കുന്ന ഒരാള് ജീവിച്ചിട്ടുള്ള ആളാണെങ്കിൽ മരണം അല്ലേ, അത് അനിവാര്യതയാണോ? അതെ, മരിച്ചേ പറ്റൂ. ഓ അത് ശരി, എന്നാ പിന്നെ അതുകൂടെ ഒന്ന് അറിയാം. ജീവിതം മൊത്തം അറിഞ്ഞു, 5 സെൻസിൽ ജീവിച്ചു തീർത്തു, കുടിച്ചു തീർത്തു. ജീവിതത്തെ യൂസ് ചെയ്തു, അതിൻ്റെ എസെൻസ് എല്ലാം എടുത്ത് അറിഞ്ഞു.
ഇനി മരണം കൂടെ അറിയാം. ജീവിതത്തിൽ ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാം ഒരുപോലെ സ്വീകരിക്കുന്ന ഒരവസ്ഥ. നമ്മളെ ഫ്രീക്വൻസിയാണ്. ഒന്നുമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ കണ്ടില്ലേ? എല്ലാം ഉണ്ടായിട്ടും ദുഃഖമായിട്ട് ജീവിക്കുന്നവരെ കണ്ടില്ലേ? അപ്പൊ ഇതൊരു ഫ്രീക്വൻസി അല്ലേ? മനസ്സിന്റെ അവസ്ഥയുടെ ഫ്രീക്വൻസിയാണത്, ദുഃഖവും സന്തോഷവും ഒക്കെ. നമുക്ക് ദുരിതങ്ങൾ വരും, അസുഖങ്ങൾ വന്ന വേദന വരും, ഒക്കെ വരും. അപ്പൊ ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമായിട്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ അറിഞ്ഞു നിന്ന ധ്യാനം സംഭവിക്കുന്നത്. അപ്പൊ നമ്മളൊരു വേറൊരു പ്ലെയിനിലേക്ക് മാറും, ലെവലിലേക്ക്. ആ വേറൊരു ലെവലിലേക്കുള്ള മാറ്റമാണ് യഥാർത്ഥ ആത്മീയത. അത് ഈ ഇന്ദ്രിയങ്ങളിലൂടെ വേണം. അത്ര അതാ ഞാൻ പറഞ്ഞു, കർമ്മം ചെയ്യാനും ഗീതയിൽ സിമ്പിളായിട്ട് പറഞ്ഞതിൻ്റെ കാര്യമാണ്. ധർമ്മബോധത്തോടു കൂടി കർമ്മം ചെയ്തു വിജയിക്കും. ഇപ്പൊ എല്ലാം സംഭവിച്ചു, സംഭവിക്കേണ്ട എല്ലാ സമയത്ത് സംഭവിച്ചു. എന്തൊക്കെയോ എനിക്ക് ഒരുപാട് ചെയ്യാറുണ്ടെന്നുള്ള തോന്നലാണ് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത്. നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരാം. എന്ത് ചെയ്യാൻ? എന്ത് ചെയ്യുന്നതും ഈ ലോകത്ത് ഉപേക്ഷിച്ച് പോകേണ്ടി വരും. വേറെ ആളെ മറ്റുള്ളവരെ നോക്കിയിട്ട് നരേന്ദ്രൻ മോദി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആലോചിച്ചൊരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ യോഗ അതാണ്. അദ്ദേഹത്തിന്റെ അതാണ് പറഞ്ഞത്, ഒരു മരം പോലെ മറ്റൊരു മരമില്ല. ഗോഡ് ഈസ് നോട്ട് ക്രിയേറ്റിംഗ് പ്രൈസ്. ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ രണ്ട് കസേര ഒരുപോലെ ഉണ്ടാക്കും. അപ്പോൾ ഒരാളും വേറൊരാളും തമ്മിൽ കമ്പയർ ചെയ്യുന്ന അർത്ഥമുണ്ട്. അയാളുടെ സാഹചര്യം, അയാളുടെ സംഭവം ചെയ്വനെ ഒന്നും അല്ല വേറെ. അപ്പൊ നമുക്ക് ശരിക്കും വർത്തമാനകാലത്ത് കർമ്മം ചെയ്ത് അദ്ദേഹം അങ്ങനെ ആയതാണ്. അല്ല ഒരു സുപ്രഭാതത്തിൽ പ്രധാനമന്ത്രി ആവണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചുകൊണ്ടല്ല. വിജയിച്ച ആളുകളെ, വിജയിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ മോഹൻലാൽ ആവണം എന്ന് പറഞ്ഞ് മോഹൻലാൽ ഇറങ്ങി തിരിക്കുകയല്ല. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട് ഇപ്പൊ ഇത് ചെയ്യാൻ, അത് ചെയ്യുന്നു പൂർണ്ണമായിട്ടും. അതിൽ ശ്രമിച്ച് ചെയ്ത് ആ അവസ്ഥ എത്തുവാണ്. നമ്മൾ കർമ്മം ചെയ്ത് എവിടേക്കോ എത്തിച്ചേരുവാണ്. ശരിയായി കർമ്മം ചെയ്യുന്നതാണ്. അല്ലാതെ ഫ്യൂച്ചറിൽ ഇന്ന ലെവലിൽ എത്താമെന്ന് ഇറങ്ങുകയല്ല. നമ്മൾ പ്രസന്റിൽ ഇങ്ങനെ ആത്മാർത്ഥമായി പൂർണ്ണമായി ആസ്വദിച്ച് ഈശ്വരസാത്മകമായിട്ട് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാജുവലി നമ്മൾ ഓരോരോ സ്ഥലത്തൊക്കെ അങ്ങ് എത്തിപ്പെടുകയല്ലേ. അതാ കറക്റ്റ്. അപ്പം അതിൻ്റെ ഭാരം ഉണ്ടാവില്ല. അതും താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു ചിന്താഭാരമോ ഈഗോയുടെ ഭാരമോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ല, അവന് അത്രയും ആൾക്കാർ ഹാപ്പിയായിട്ട് കഴിയുന്നുണ്ട്. പാവപ്പെട്ട ഒരു പണക്കാരൊക്കെ ഹാപ്പിയായിട്ട്. പണമുള്ളതുകൊണ്ട് ഒരുപാട് പേര് ടെൻഷനായിട്ട് കഴിയുന്നില്ല. അപ്പം ശരിക്കും മാനസികാവസ്ഥ ഇതല്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഫ്യൂച്ചറിലേക്കുള്ള സകല ഗോളും എടുത്ത് മാറ്റുക. ഒരു ബ്രെയിൻ്റെ ഒരു വലിയ പോർഷൻ ഫ്രീ ആയി കിട്ടും. എന്നിട്ട് ഗെയിം പോലെ ചെയ്യുക. കളി, ലീല. ലീല എന്നുള്ള വാക്ക് വളരെ മനോഹരമാണ്. കുട്ടികളുടെ ലീല. കുട്ടി കളിക്കുമ്പോൾ അറിയാം ഇത് ബസ്സല്ല, ഇത് കാറല്ല, കളിപ്പാട്ടമാണെന്നറിയാം. പക്ഷെ എന്നിട്ടും അവൻ കളിക്കുന്നില്ലേ? എത്ര മനോഹരമാണത്. നമുക്ക് പറ്റുന്നുണ്ട്. നമുക്ക് ഈ ലോകത്ത് അങ്ങനെ കളിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം. നമുക്കൊരു ഗെയിമായിട്ട് തന്നെ കാണണം. മനോഹരമായ ഒരു ഗെയിം, ഒരു ടാസ്ക്, രസകരമായിട്ട് നമ്മളത് ചെയ്യും. നമ്മൾ എത്ര വലിയ കാര്യങ്ങളെയും ഗെയിമായിട്ട് കാണും. എത്ര വലിയ കാര്യങ്ങൾ, എത്ര നെഗറ്റീവിനെ എത്ര പോസിറ്റീവിനെയും ഗെയിമായിട്ട് കാണും. ഗെയിമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കാതിരിക്കും. ഇല്ല, നമ്മൾ ആത്മാർത്ഥമായി കളിക്കുന്ന ഒരു ഗെയിം ആയിട്ട് തന്നെ കാണും ലൈഫിന്. അതല്ലേ കൃഷ്ണന്റെ ലീല എന്നൊക്കെ പറഞ്ഞു. എന്തെല്ലാം ചെയ്ത് അമ്മാവനെ കൊന്നു, എന്തെല്ലാം കാണിച്ച്, നല്ലത് ചീത്തയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഇതെല്ലാം ലീല, ഗെയിം എന്ന് വിശേഷിപ്പിക്കും. മായ ലീല, മായ ലീല, മായ എല്ലാം മായയാണ്. അവിടെ ഉള്ള ലീലയാണ് നമ്മുടെ പ്രവൃത്തി. അപ്പോൾ അവിടെ നമുക്ക് ഒരു ടെൻഷനോ വിഷമോ ഒന്നും വരില്ല. കളി തോറ്റാൽ നമുക്ക് വിഷമം വരുമെന്ന് വെച്ചാൽ ചെറിയൊരു ഇത് തോന്നും. പക്ഷെ അത് രസമാണ്. അതിനകത്ത് ത്രില്ല്. ജയിക്കോ പരാജയപ്പെടുമോ എന്നുള്ള അന്വേഷണമാണ് കളി. അതാണ് അതിനകത്ത് രസം. അതില്ലെങ്കിൽ രസമില്ല. എപ്പോഴും ജയിക്കുന്ന ആളിനോട് കളിക്കാൻ നമുക്ക് രസമുണ്ടോ? ഇല്ല.
എപ്പോഴും തോക്കുന്ന ആളിൻ്റെ കൂടെ കളിക്കാൻ നമുക്ക് രസമുള്ളൂ. തരത്തിനോട് പോയി കളിയടാന്ന് പറയത്തില്ലേ, അല്ലേ? അതെന്താ? അല്ലാതെ കളിക്കാൻ ഒരു ത്രില്ലില്ല. ഒരു ക്രിസ്ത്യാനായ അന്യനൊക്കെ ഒരാളെ ചോദിച്ചാണ്, ഒരു പാസ്റ്ററിനൊക്കെ ചോദിച്ചു, കർത്താവ് സാത്താനെ സൃഷ്ടിച്ചു, എല്ലാത്തിനും സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അപ്പൊ ചോദിച്ചു, അപ്പൊ എല്ലാത്തിനും സൃഷ്ടിച്ചെന്ന് ചോദിച്ചപ്പോൾ, അല്ല അപ്പൊ കർത്താവ് എന്തിനാ ഈ കർത്താവ് സാത്താനും കർത്താവാണ് സൃഷ്ടിച്ചത്? അതെ, സംശയമൊന്നുമില്ല. പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ച ദൈവമല്ലേ. അല്ല പിന്നെ ഈ സാത്താനെ കൊന്നാ പോലെ? ഈ സാത്താനുമായിട്ട് എപ്പോഴും ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്യേണ്ട ബുദ്ധിമുട്ട് എന്തിനാണ്? അതങ്ങ് ഒഴിവാക്കാമല്ലോ. അപ്പൊ പറയാറ് അതിലൊരു ത്രില്ലില്ലത്. അതിലൊരു ത്രില്ലില്ല. അതാണ് ലീല. മനസ്സിലാവുന്നുണ്ട്? ത്രില്ല്. എനിവേ, നമുക്ക് എന്നും തോക്കുന്നവനാണ്. ഇല്ല. അപ്പോ ദുഃഖം വരുമല്ലോ. അപ്പൊ ശരിക്കും ഗെയിമിനകത്ത് പരാജയം ഉണ്ടെങ്കിലേ അതിന്റെ ത്രില്ലുള്ളൂ. ഗെയിമിനകത്തെ പരാജയമാണ് അതിനകത്ത് ത്രില്ല്, വിജയമല്ല. പരാജയപ്പെടുമെന്നുള്ളൊരു ആശങ്ക അല്ലെ ഒരു കൺഫ്യൂഷനാണ് അതിനകത്തെ രസം. അപ്പൊ ജീവിതം ഒരു ഗെയിമായിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. അത് അല്ലാതെ ഇതിനൊരു ഭയങ്കര സീരിയസ്നെസ് കൊടുത്താൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തൊക്കെ ഗോള് ഉണ്ടോ സ്പിരിച്വലി ഡെവലപ്പ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ ഗോളുകളെയെല്ലാം ഒരു ഗെയിമാക്കി മാറ്റും. എന്നിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അടിപൊളിയായിരിക്കും. കിട്ടിയില്ലേ വിഷമമില്ല, മാക്സിമം കിട്ടാൻ വേണ്ടി അടിപൊളിയായിട്ട് ടെൻഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. അതോടുകൂടി ജീവിതത്തിന്റെ സമസ്യ കഴിഞ്ഞു. ജീവിതം ഒരു സമസ്യ അല്ലാതായി കഴിഞ്ഞു, ഒരു കടങ്കഥയല്ലാതായി കഴിഞ്ഞു, ഒരു മനസ്സിലായോ, ഒരു രസമുള്ളതായി മാറിപ്പോയി. അതാണ് അത്ര സീരിയസ് ആക്കേണ്ടതെന്ന് പറഞ്ഞത്. സീരിയസ് ആയിരിക്കും കാര്യങ്ങൾ, എങ്കിൽ പോലും അത്ര സീരിയസ് അല്ലാതെ ഗെയിമായിട്ട് കണ്ട് ഓരോന്നും ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊന്നും അടിപൊളിയാവും. ഓരോ ഗെയിമായിട്ട് ആത്മീയപരമായി ഈ ജന്മം ഇതെല്ലാം നേടണം എന്നുള്ള ആഗ്രഹമാണ് അതിന് തടസ്സമായിട്ടിരിക്കുന്നത്. അവിടെ നമ്മളുടെ ആഗ്രഹത്തിനാണ് ഇമ്പോർട്ടൻസ്, ഈശ്വരന്റെ തീരുമാനത്തിനല്ല. അപ്പം നമ്മൾ ഈ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചാൽ മനസ്സ് ഫ്രീ ആയി, ഒരു ടെൻഷനും ഇല്ല. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് ചുമ്മാ അങ്ങ് ചത്തു പോവാന്നങ്ങ് തീരുമാനിക്കും. ഈ ജന്മം വേണ്ടായിരുന്നു. അപ്പം പിന്നെ എന്തായി? വേണമെന്ന് വെക്കുമ്പോഴല്ലേ നമ്മളെ ഇത്രയേറെ ബുദ്ധിമുട്ടിക്കുന്നു, ടെൻഷൻ ഉണ്ടാക്കുന്നു, വിഷമം ഉണ്ടാക്കുന്നു, എവിടെ എത്തിയില്ല. ഇത് വേണ്ടാന്നങ്ങ് ഉപേക്ഷിക്കും. ഈ ജന്മം കോപ്പ് വേണ്ടായിരിക്കും. പുല്ല് ഇനിയുണ്ടല്ലോ ജന്മം. ഞാൻ അന്നേരം യോഗം ഉണ്ടെങ്കിൽ ആയിക്കോളാം. ഉപ്പേ, ഓ ഇയാൾ ഇത്ര പേടിപ്പിക്കാതെ എന്നാ കൂടെ ചോദിക്കണം വിധിയുടെ അടുക്കെ. അതാണ് വിധിയെ തോൽപ്പിക്കുന്ന മഹാനാകും. അങ്ങനെ പറയാൻ പറ്റിയ അങ്ങേക്ക് വിഷമം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര മൈൻഡ് ഫ്രീ. പിന്നെ ആ ജോലി ചെയ്യുക, എന്തെങ്കിലും ചെയ്യണ്ട. അപ്പൊ രസകരമായിട്ട് നമ്മളത് ചെയ്യും. പിന്നെ അമ്മ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോയി, അത് ചെയ്യുന്നു. എന്താ നിന്റെ റീസൺ പറയുമ്പോൾ മൈൻഡ് പറയും, പിന്നെ ടെൻഷൻ എടുപ്പിക്കാൻ. നീ എന്തിനാ ഇത് ചെയ്യുന്നേ? ചുമ്മാ അല്ല, അതിന് കാരണം എന്തെങ്കിലും പറയും. കാരണമില്ലാതെ ചെയ്യരുത് കേട്ടോ. കാരണമില്ല, നിങ്ങളൊരു കാരണം പറ പ്ലീസ്. ഒരു കാരണവുമില്ല. ഒരു രസം നീല ഗെയിമായിട്ട് നമ്മൾ ചെയ്യും. എല്ലാം കിട്ടുന്നേ കിട്ടട്ടെ, അത്ര ടൈമൊന്നും കൊണ്ടുവരുന്നില്ല, മാത്രമേ ഉള്ളൂ. രസകരമായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കും.
ശാന്തമായിട്ട് സന്തോഷകരമായിട്ട് ഒരു വിധത്തിലുള്ള ടൈമും കൊണ്ടുവരാതെ നമ്മൾ ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മളിൽ മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് റൂട്ട് തെളിഞ്ഞ് വരാനോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇങ്ങനെ അവിടെ ചെല്ലും. അത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് ഇത്രയും തലവേദന എടുക്കുന്നത്. അത് ഈ വേണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഇത് കിടക്കുന്നത്. ഇങ്ങനെ ഈ വേണമെന്നുള്ള ആഗ്രഹം അതാണ് ലക്ഷ്യം നെഗറ്റീവാണ്. ലക്ഷ്യം നെഗറ്റീവാണ്. ഡ്രീം ഗോളും തമ്മിലുള്ള വ്യത്യാസം. സ്വപ്നത്തിൽ സമയപരിധി വെക്കുമ്പോൾ ലക്ഷ്യം നെഗറ്റീവാണ്, സ്വപ്നം പോസിറ്റീവാണ്. കാറ് വേണം, BMW, സ്വപ്നം ഉറക്കത്തിലും ചാടി എനിക്കും 5 വർഷം 10 വർഷം കഴിഞ്ഞാലും ആവേശമായിരിക്കും. ആ കാറ് ഇപ്പോൾ 1 വർഷത്തിനുള്ളിൽ വേണമെന്ന് പറഞ്ഞാലും അയ്യോ കിട്ടുമില്ല, ടെൻഷനായി കിട്ടുമില്ല 1 വർഷത്തിനുള്ളിൽ അല്ലേ. PSC ആദ്യം എഴുതുന്ന ആളിന് ഡ്രീമാണോ 20ാമത്തെ വയസ്സിൽ, 35ാമത്തെ വയസ്സിൽ എഴുതുന്ന ആളിനോ ഈ വർഷമെങ്കിലും കിട്ടുന്നില്ല, പോയി ഗോളായി. നെഗറ്റീവാണ് ഗോള്, കിട്ടുമില്ലോ ടെൻഷനാണ്. പക്ഷെ 20ാമത്തെ വയസ്സിലുള്ള ആളിന് ഡ്രീമാണ്. അപ്പൊ സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ വ്യത്യാസമാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യം, സ്വപ്നം ആണ് ആത്മീയ, അങ്ങയുടെ ഉള്ളിലെ ആത്മീയപരമായ സമാധിയും കാര്യങ്ങളും അങ്ങയുടെ സ്വപ്നമാണ്. നമ്മളെ എല്ലാം വിട്ടിട്ട് അവിടെ നിൽക്കുന്നതും ഒക്കെ പക്ഷെ നല്ല കാര്യമാണ് അത്. പക്ഷെ എന്നാ ഒരു സ്ഥലത്തിൽ അങ്ങേക്ക് തോന്നുന്നു അതാ സമയം പോകുന്നു, ഞാൻ ഈ ജന്മം ഇതുവരെ ഒന്നും ആയിട്ടില്ല, നമുക്ക് അവനും ഒക്കെ വന്നു, ജ്യോതിയും വന്നില്ല, ഒരു സംഭവം വന്നില്ല, നമുക്ക് കിലക്കത്തിരവധി വന്നു, ഒന്നും മണ്ണാങ്കട്ടയും വന്നില്ല, ഇതെനി എന്ന് വരും, എനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നു, എന്ന് ചത്തുപോകുമെന്ന് അറിയത്തില്ല. അതിനുള്ളിൽ ഞാനിവിടെ കിടന്ന് ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്ത് ഈ ബംഗാളികളോടൊക്കെ മത്സരിച്ച് അവനെ ഇന്റർവ്യൂ വിളിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പക്ഷെ ഇത് എന്നത് തീർന്നു കിട്ടുമെന്ന് എന്നത് ഞാൻ എത്തിപ്പെടും എന്നുള്ളൊരു പ്രയാസമാണ്, സങ്കടമാണ്. അത് മനസ്സിലാവും. അത് ശരിക്കും പ്രശ്നം ഇതാണ്. അതിനകത്ത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് സ്പിരിച്വൽ അനുഭവങ്ങൾ, അത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ആ രീതിയിലൊന്നും വന്നിട്ടില്ല എന്നായി പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം ആ ആശയം തന്നെയാണ്. ഒന്നുമില്ലാത്തവനാവുക, പൂർണ്ണ നഗ്നനായിട്ട് ഈശ്വരന്റെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയും അല്ലേ. ബുദ്ധൻ മഹാകാശവനോട് പറഞ്ഞല്ല, ഒരാൾ ബുദ്ധനെ കാണാൻ വന്നപ്പോൾ ഞാൻ അങ്ങേക്ക് ഇത്രയും സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്. ബുദ്ധൻ പറഞ്ഞു അതവിടെ താഴെയിടായി, അത് പുള്ളി കളഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു അതവിടെ താഴെയിട, നമുക്ക് പുള്ളിയുടെ കയ്യിലൊന്നുമില്ല, നമുക്ക് മോതിരമുണ്ട്, അത് ഒരു താഴെയിട്ട് അതവിടെ താഴെയിടാൻ. പുള്ളി പതുക്കെ ഷർട്ടുമില്ല ഊരി താഴെയിട്ട്, എന്നിട്ടും പറയാം അത് അവിടെ താഴെ, അതവിടെ താഴെയിടാൻ. നീ എന്തോടാ തുണി വരെ പറഞ്ഞ് താഴെയിട്ട്. പിന്നെയും പറഞ്ഞു ഒന്നുകൂടെ അതവിടെ താഴെയിട എന്ന് പറഞ്ഞപ്പോൾ എൻലൈറ്റഡ് ആയി. കാര്യം എന്താ, ഒന്നുമില്ലാതെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ എന്താന്ന് ആലോചിച്ചപ്പോൾ അത് അവനവൻ്റെ ഈഗോയാണെന്ന് മനസ്സിലായി. അത് അപ്പം തന്നെ പുള്ളി എല്ലാവരും അത് താഴെ ഇടപ്പെട്ടോണ്ട്